പിതാവേ, അന്ത്യകാല നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ധ്യാനിച്ച് ഹൃദയപരമാർത്ഥതയോടെ പശ്ചാത്തപിച്ച് അവിടുത്തെ വഴികളിൽ ചരിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കണമേ. ഈ ദിവസത്തിനും ഞങ്ങളുടെ ജീവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു നാഥ. അവിടുത്തെ അനന്തമായ കരുണയ്ക്കും പാപമോചനത്തിനും നന്ദി ദൈവമേ. വെളിപാടിൻ്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾക്ക് ജ്ഞാനവും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യണമേ. അവിടുത്തെ വചനത്തിനായി അടിയങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ യോഹന്നാൻ ലഭിച്ച വെളിപാട് അധ്യായം 5. മുദ്രിത ഗ്രന്ഥവും കുഞ്ഞാടും. സിംഹാസനസ്ഥൻ്റെ വലത് കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുരുൾ ഞാൻ കണ്ടു. ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്താനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താഞ്ഞതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിലൊരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന് 7 കൊമ്പുകളും 7 കണ്ണുകളും ഉണ്ട്. ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. അവൻ ചെന്ന് സിംഹാസനസ്ഥൻ്റെ വലത് കൈയിൽ നിന്ന് ചുരുൾ വാങ്ങി. അവനത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും കയ്യിലേന്തിയിരുന്നു. അവർ ഒരു നവ്യഗാനം ആരംഭിച്ചു. പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. പിന്നെ ഞാൻ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു. അവരുടെ സ്വരവും ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1000-ങ്ങളുടെ 1000-ങ്ങളുമായിരുന്നു. ഉച്ചസ്വരത്തിൽ അവർ ഉദ്ഘോഷിച്ചു, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. 4 ജീവികളും ആമേൻ എന്ന് പ്രതിവചിച്ചു. ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. ദൈവജനമേ, വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം സ്വർഗീയമായ ഒരു ദർശനത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലത് കൈയിലിരിക്കുന്ന എഴുത്തും മുദ്രകളുമുള്ള പുസ്തകത്തെക്കുറിച്ചാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഈ പുസ്തകം തുറക്കാൻ യോഗ്യനായ ഒരുവന് വേണ്ടി സ്വർഗവും ഭൂമിയും തിരയുന്നതായി നാം കാണുന്നു. എന്നാൽ ആരും അതിന് യോഗ്യനായി കാണപ്പെട്ടില്ല. ഇത് വലിയൊരു ആത്മീയ പ്രതിസന്ധിയുടെയും മാനവരാശിയുടെ നിസ്സഹായതയുടെയും ചിത്രമാണ് നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുക. ഈ കാഴ്ചയിൽ യോഹന്നാൻ കരയുന്നതായി രേഖപ്പെടുത്തുന്നു. കാരണം ദൈവിക രഹസ്യങ്ങളും രക്ഷയുടെ പദ്ധതിയും അടഞ്ഞു കിടക്കുന്നതായി യോഹന്നാൻ കാണുന്നു. ദൈവത്തിൻ്റെ പരമാധികാരവും അവിടുത്തെ രക്ഷാകരമായ ഇടപെടൽ ഇല്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാനാവില്ലെന്ന സത്യവും ഈ ദർശനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അധ്യായത്തിലെ പ്രധാന പ്രതിഫലനം ആ പുസ്തകം തുറക്കാൻ യോഗ്യനായവൻ്റെ കണ്ടെത്തലാണ്. കരയേണ്ട, യൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരും ജയിച്ചിരിക്കുന്നു എന്ന് ഒരു മൂപ്പൻ യോഹന്നാനോട് പറയുന്നു. പാപമില്ലാത്ത കുഞ്ഞാടായ യേശുക്രിസ്തുവാണ് ആ പുസ്തകം തുറക്കാൻ യോഗ്യൻ. അവിടുന്ന് തൻ്റെ സ്വന്തം രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്തുകൊണ്ടാണ് അവിടുത്തേക്ക് ഈ യോഗ്യത ലഭിച്ചത്. ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവുമാണ് രക്ഷയുടെ പുസ്തകം തുറക്കാനുള്ള താക്കോൽ. അവിടുത്തെ ബലിയുടെ മഹത്വം സ്വർഗീയ ആരാധനയുടെ കേന്ദ്രബിന്ദുവായി മാറുന്നു. കുഞ്ഞാടിൻ്റെ യോഗ്യത അവിടുത്തെ വിനയത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പാരമ്യമാണ് കാണിക്കുന്നത്. വെളിപാട് 5-ാം അധ്യായം നൽകുന്ന പ്രധാന പാഠം രക്ഷ നമ്മിലൂടെയല്ല, മറിച്ച് ക്രിസ്തുവിലൂടെ മാത്രമാണ് സാധ്യമാകുന്നത് എന്നതാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് നിസ്സഹായനായ ഒരു കുഞ്ഞാടിനെ പോലെ ബലിയാകാൻ കർത്താവ് തയ്യാറായി. ഈ ബലിയിലൂടെയാണ് അവിടുന്ന് സർവാധിപതിയായി ഉയർത്തപ്പെട്ടത്.
അതിനാൽ പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ക്രിസ്തുവിലാണ് പ്രത്യാശ അർപ്പിക്കേണ്ടത്. നമ്മുടെ ബലഹീനതകളിൽ അവിടുത്തെ ശക്തി വെളിപ്പെടുന്നു. ഈ പാഠം നാം ഓരോരുത്തരും ഉൾക്കൊള്ളുമ്പോൾ നാം നമ്മിലല്ല ക്രിസ്തുവിലാണ് ആശ്രയിക്കേണ്ടതെന്ന് വ്യക്തമാകുന്നു. ഇന്നത്തെ ലോക സാഹചര്യങ്ങളുമായി ഈ അധ്യായം വളരെ ചേർന്ന് നിൽക്കുന്നു. ലോകം ഇന്ന് പലവിധ പ്രതിസന്ധികളിലൂടെയും അരക്ഷിതാവസ്ഥയിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പരാജയപ്പെടുന്നു. ശാസ്ത്രത്തിനും സാങ്കേതികവിദ്യയ്ക്കും ഉത്തരം നൽകാൻ കഴിയാത്ത പല ചോദ്യങ്ങൾക്കും ക്രിസ്തു എന്ന കുഞ്ഞാടിൽ ഉത്തരം കണ്ടെത്താനാകും. അവിടുത്തെ ഭരണത്തിന് കീഴിൽ മാത്രമേ യഥാർത്ഥ സമാധാനവും നീതിയും പുലരുകയുള്ളൂ. ലോകത്തിൻ്റെ കോലാഹലങ്ങൾക്കിടയിൽ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെയും കുഞ്ഞാടിനെയും ആരാധിക്കുന്ന സ്വർഗീയ ദർശനം നമുക്ക് വലിയൊരാശ്വാസം നൽകുന്നു. ഈ അധ്യായം പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണവുമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് പ്രവചിച്ചത് യൂദാ ഗോത്രത്തിൽ നിന്നും ചെങ്കോൽ നീങ്ങുകയില്ല എന്നാണ്. ആ പ്രവചനത്തിൻ്റെ നിറവേറലാണ് യൂദാ ഗോത്രത്തിലെ സിംഹം എന്ന് ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത്. ദാവീദിൻ്റെ സന്തതിയായ മിശിഹ വരുമെന്ന പഴയ നിയമ പ്രവചനങ്ങളും ഇവിടെ യാഥാർത്ഥ്യമാകുന്നു. ഈശോ തൻ്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ഈ പ്രവചനങ്ങളെല്ലാം പൂർത്തിയാക്കി. പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന സ്നാപയോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിക്കുന്നതും ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പഴയതും പുതിയതുമായ നിയമങ്ങളെ ഈ അധ്യായം മനോഹരമായി ബന്ധിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഉൾക്കാഴ്ചകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുങ്ങേണ്ടതുണ്ട്, നന്നായി ഒരുങ്ങേണ്ടതുണ്ട്. അവിടുന്ന് സകല ജനതകളുടെയും ഭാഷക്കാരുടെയും മേൽ ഭരണം നടത്തുന്ന രാജാവാണ്. അവിടുത്തെ വീണ്ടെടുപ്പ് സാർവത്രികമാണ്. നാം ഈ ലോകത്തിലെ നശ്വരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വരാനിരിക്കുന്ന കർത്താവിനായി കാത്തിരിക്കണം. നമ്മുടെ ഹൃദയങ്ങളും ജീവിതങ്ങളും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കർത്താവിൻ്റെ വരവ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അതിനാൽ പ്രാർത്ഥനയിലും ഒരുക്കത്തിലും നാം ജാഗരൂകരായിരിക്കണം. ഈ യോഹന്നാൻ്റെ ദർശനം നമ്മിൽ പ്രത്യാശയും ഉണർവും നിറയ്ക്കട്ടെ. ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കട്ടെ. ദൈവരാജ്യത്തിനായി വിശ്വസ്തയോടെ നമുക്കും കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സ്നേഹ സന്ദേശം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ കർത്തൃനാമത്തിൽ സഹോദര സഹോദരി നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.